നമുക്ക് കണവ റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കണവയെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് അരിഞ്ഞ് ഞാനൊരു കുക്കറിനകത്തോട്ട് ഇട്ടേക്കുവാണ് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട്. അതിൽ വേകാൻ ആവശ്യമുള്ള വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണവ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേനും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പോട്ടെ. കണവ റോസ്റ്റിന് വേണ്ടിയിട്ട് ഇത്ര സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സവോളയും ചെറിയുള്ളിയും പച്ചമുളകും തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ അത് മൂത്ത് വരട്ടെ. തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. ഞാനൊരു ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചേർക്കത്തുള്ളൂ. കാരണം ഇതിങ്ങനെ പറ്റി പിടിക്കുന്നുണ്ട്. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്താൽ മതിയാവും. നമ്മളിത് ഇത്രയും പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. എനിക്കിപ്പം പൊടിയായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്തിട്ട് ഈ ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. തട്ടി കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ. ഇതിപ്പോൾ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനൊരു ടീസ്പൂണിന് 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തു. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിളക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. നമ്മൾ കുക്കറിൽ ഉപ്പും മഞ്ഞളും പുളിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ